എന്നാലും എന്റെ കടുവച്ചാരെ, നമ്മൾ മങ്കൂസിന് കൊടുത്ത പണി നമ്മൾക്ക് തന്നെ എങ്ങനെ തിരിച്ചു കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ മിണ്ടണ്ട, എല്ലാറ്റിനും കാരണം നിന്റെ ഒടുക്കത്തെ ഐഡിയ. ഞാനെന്ത് ചെയ്യാനാ? നീ എന്നെ മാത്രം കുറ്റം പറയണ്ട. നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. എന്തോന്ന് പ്ലാനിങ്? ആ മങ്കൂസ് ആള് ഭയങ്കരനാ. ഭാഗ്യം കൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. കടുവച്ചാരെ, എന്തോ? എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നുണ്ട്. നീ ഇനി മിണ്ടരുത്. ഇനി മങ്കൂസിനെ കൊടുക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. എന്ത് വഴി? നമ്മുടെ തേന്മലയിലെ ചിമ്പുക്കരടിയെ നീ അറിയില്ലേ? അറിയും. അമ്മോ, ആള് കൊട്ടേഷനല്ലേ? അതെ, മങ്കൂസിനെ തട്ടാൻ നമുക്കൊരു കൊട്ടേഷൻ കൊടുക്കാം. ഗുഡ് ഐഡിയ. എന്നാ പിന്നെ വേഗം വാ, നമുക്ക് വേഗം പോകാം. ചിന്ന, നമ്മൾ വെറും കൈയോടെ ചിമ്പുക്കരയുടെ അടുത്തേക്ക് ചെന്നാൽ അവൻ നമ്മളെ ആട്ടി ഓടിക്കും. എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? പിന്നെന്തു ചെയ്യും? എന്താ സമ്മാനം കൊടുക്കുക? ഹാ, നമുക്ക് 2 കുടം തേൻ കൊടുത്താലോ? പക്ഷേ തേൻ എവിടുന്ന് കിട്ടും? അതിന് വഴിയുണ്ട്. ഏതെങ്കിലും തേനീച്ചക്കൂട്ടിൽ നിന്നും അടിച്ചു മാറ്റിയാ പോരെ? എന്നാൽ പിന്നെ വേഗമാകട്ടെ. അടിച്ചു മാറ്റാൻ നീ തന്നെ കേമൻ. ചിമ്പുവാശാന്റെ വീട് എത്താറായോ? കുറച്ചുകൂടി. പുറത്താരെയും കാണാനില്ലല്ലോ. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അതിന് വിളിച്ചു നോക്കാൻ നമ്പർ ഇല്ലല്ലോ. നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഫോണില്ലല്ലോ. എടാ പൊട്ടാ, ആ വിളിയല്ല ഞാൻ പറഞ്ഞത്. ചിമ്പുച്ചേട്ടാ, ഇങ്ങനെ വിളിക്കാനാ ഞാൻ പറഞ്ഞത്. ഓഹോ, ആ വിളിയാണോ? എന്നാൽ ആദ്യം പറയണ്ടേ, ചിമ്പുച്ചേട്ടോ. ഒന്ന് പതുക്കെ വിളിയടാ. ഇങ്ങനെ വിളിച്ചാൽ അയാള് നമ്മളെ ആട്ടി ഓടിക്കും. എടീ ചിമ്പിരി, ആരാ പുറത്തൊന്ന് നോക്കിക്കേ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിനിടയിലാണ് നിങ്ങളുടെ പുറത്താരാണെന്ന് നോക്കുന്നത്. എടി, എന്റെ പുറത്തല്ല, വീടിന് പുറത്താരാണെന്ന് നോക്കാനാ പറഞ്ഞത്. ചിമ്പുച്ചേട്ടോ. ഓ നാശം, ആരാടാ അത്? നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. ഇതെന്താ കുടം? ഇത് കുറച്ച് തേനാ, ഏട്ടന് കൊണ്ടുവന്നതാ. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം. തേനോ? ഹായ് എടി ചിമ്പിരി, ചിമ്പിരി. എന്താ മനുഷ്യ, എന്തിനാ കിടന്നത്? എടി, നീ ഇത് കണ്ടോ? 2 കുടം തേനാ. ഇത് കൊണ്ടുപോയി എടുത്തു വെക്ക്. ഹായ്, ഇതെവിടുന്ന? ഞങ്ങള് കൊണ്ടുവന്നതാ ചേട്ടത്തി. നന്നായി, നിങ്ങൾ ഇരിക്കി. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ? ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? ആ ചാപ്പി. കാപ്പിയോ? അല്ല, സോറി, കാപ്പി. നിനക്കോ? കായ മതി. അല്ല, കാപ്പി മതി. മക്കളെ, നിങ്ങൾ വന്ന കാര്യം പറയും. അത് പിന്നെ ചേട്ടാ, ഒരു കുരുത്തം കെട്ട മുയലുണ്ട്, മങ്കൂസ്. അവനെ അങ്ങ് തട്ടണം. ഒരു പീക്കിരി മുയലിനെ തട്ടാനാണോ നിങ്ങൾ എനിക്ക് കൊട്ടേഷൻ തരുന്നത്? അവനത്ര നിസാരനല്ല ചേട്ടാ. അവൻ ഭയങ്കര സൂത്രശാലിയാ. അവൻ ഭയങ്കര അഹങ്കാരിയാ. ഒരു ദിവസം അവൻ പറയുകയാ, ചേട്ടൻ ആളൊരു പേടിത്തൊണ്ടനാണ്, ഒരു ബുദ്ധിയും ശക്തിയും ഇല്ലാത്തവനാണ് എന്നൊക്കെ. അവൻ അങ്ങനെ പറഞ്ഞു? അവനെ ഞാൻ തട്ടും, ഒന്ന് ഫ്രൈ ആക്കും. അവനിപ്പോ എവിടെയാ ഉള്ളത്? വാ, കാണിച്ചു തരാം. എടി ചിമ്പിരി, ഞാനിപ്പോ വരാം. അപ്പോഴേക്കും നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെക്ക്. നിനക്ക് മുയലിറച്ചി ഭയങ്കര ഇഷ്ടമല്ലേ? ഞാൻ വരുമ്പോ നല്ലൊരു മുയലിനെ കൊണ്ടുവരാം. ഹായ്, എന്നാൽ വേഗം വരണേ. ഹായ്, ഈ പുല്ലിന് എന്തൊരു മധുരമാ, നല്ല രസമുണ്ട്. ചിമ്പുച്ചേട്ടാ, കണ്ടോ? അവനാണ് മങ്കൂസ്. ചേട്ടാ, വേഗം പോയി അവനെ അങ്ങ് തട്ടിയേക്ക്. അവന്റെ കഥ തീർന്നു മക്കളെ. അയ്യോ, രക്ഷിക്കണേ, അയ്യോ, രക്ഷിക്കണേ, അയ്യോ, രക്ഷിക്കണേ.
എടാ പീക്കിരി, നിന്നെ ഞാൻ ഇന്ന് പുഴുങ്ങി തിന്നു. നീ എന്നെ കളിയാക്കുമല്ലേ? ചേട്ടാ, ഞാനൊരു പാവമാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ. ചേട്ടാ, ഇതാ അവനെ ഈ ചാക്കിലിട്ടോ. എടാ മങ്കൂസേ, നിന്റെ വേലത്തരങ്ങളൊന്നും ഇനി നടക്കില്ലടാ. ഗുഡ് ബൈ മംഗൂസ്. അയ്യോ, മങ്കൂസ് അപകടത്തിലാണല്ലോ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആവൂ, നടന്ന് നടന്ന് തളർന്നു. ഭയങ്കര ദാഹവും. പുഴയിലിറങ്ങി കുറച്ച് വെള്ളം കുടിക്കാം. മങ്കൂസേ, വേഗം രക്ഷപ്പെട്ടോ. ആ ചിമ്പുകരടി ഇപ്പൊ വരും. നിൽക്ക് കേശ, അവനൊരു പണി കൊടുത്തിട്ട് പോവാം. എന്താ പരിപാടി? അതൊക്കെയുണ്ട്. ഇതെന്റെയാ, എനിക്ക് വേണം. ഇങ്ങ് താ. തരില്ല, ഞാനാ ആദ്യം കണ്ടത്. തരാനാ പറഞ്ഞത്. അല്ല ചേട്ടാ, ഈ ഭക്ഷണം ആദ്യം കിട്ടിയത് എനിക്കാ. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടതല്ലേ ഇത്. അല്ല ചേട്ടാ, ഇത് ഇവന് കാണിച്ചു കൊടുത്തത് ഞാനാ. ഇപ്പോൾ ഇവൻ എനിക്ക് തരുന്നില്ല. നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ. ദേ, ആ ചാക്ക് കണ്ടോ? രണ്ടുപേരും ഇതിനകത്ത് കേറിയിരുന്നു. കുറച്ചു കഴിഞ്ഞാ ഇഷ്ടംപോലെ ആഹാരം കിട്ടും. നേരാണോ? പിന്നെ ഇഷ്ടം പോലെ കിട്ടും. വാടാ, എന്നാ കേറിക്കോ. ചിമ്പൻ ഇന്ന് നല്ലൊരു പണി കിട്ടിയത് തന്നെ. ശരിയാ, അവൻ ഇനി മുതൽ ആരെയും ഉപദ്രവിക്കരുത്. ചിമ്പിരി, എടി ചിമ്പിരി, ഇങ്ങ് വന്നേ. ചേട്ടൻ ഇത്ര പെട്ടെന്ന് എത്തിയോ? പിന്നെ ഈ പീക്കിരി മൊയിലിനെ പിടിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. നിങ്ങൾ വേഗം പോയി കുളിച്ചേച്ചു വാ. ഹായ്, ഇന്ന് മുയലിറച്ചി കൂട്ടി വിശാലമായൊന്ന് ഉണ്ണണം. അയ്യോ, എന്നെ ഇറക്കി കൊല്ലുന്നേ. അയ്യോ, 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 എന്നെ ഇറക്കി കൊല്ലുന്നേ. അയ്യോ, 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 അയ്യോ. എന്താ എന്താ ഇവിടെ? എടാ കാലമാടാ, മുയലാണെന്ന് പറഞ്ഞ് ഞണ്ടിനെ കൊണ്ടുവന്ന് എന്നെ പറ്റിക്കുന്നു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ ദ്രോഹി. എടി, എന്നെ തല്ലല്ലേ. സത്യമായിട്ടും ഞാൻ മൊയിലിനെ പിടിച്ച് ചാക്കിലിട്ടതാ. എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. മുയൽ എന്നെ പറ്റിക്കാൻ നോക്കുന്നു. അങ്ങനെ അവന്റെ ശല്യം തീർന്നു. ഇനി ഒരു വിലസണം. ചിമ്പുചേട്ടനല്ലേ ഓടി വരുന്നത്? അതേലോ, ചിലപ്പോ മുയലിറച്ചി തിന്ന് ദഹിക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരിക്കും. ചിമ്പുചേട്ടാ, ചിമ്പുചേട്ടോ, ഇങ്ങ് വന്നേ.
എങ്ങനെയുണ്ട് മുയലിറച്ചി? നല്ല സ്വാദുണ്ടോ? മുയലിറച്ചി നിന്നെയൊക്കെ ഞാനിത് ശരിയാക്കും. അയ്യോ ചേട്ടാ കൊല്ലല്ലേ, ഞങ്ങള് പാവങ്ങളാണേ. ചേട്ടന് മുയലിറച്ചി നിന്ന് ഭ്രാന്തായോ? സത്യം പറയടാ, നിങ്ങളല്ലേ ചാക്കിൽ നിന്ന് മുയലിനെ മാറ്റി ഞണ്ടിനെട്ടത്? ഞണ്ടോ? ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നോ? കൊല്ലുമടാ നിങ്ങളെ ഞാൻ. നിങ്ങൾ കാരണം എനിക്ക് എത്ര അടി കിട്ടിയെന്നറിയോ? അയ്യോ ചേട്ടാ കൊല്ലല്ലേ, അയ്യോ ഞങ്ങള് പാവങ്ങളാണ്, അയ്യോ അയ്യോ.